നെസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ വാങ്ങിയിട്ടുള്ള നൈറ്റികളും പിന്നെ വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ കോഴിക്കോടുള്ള ഈ ഹോൾസെയിൽ കടകളിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ എന്തൊക്കെയാണ് സാധനങ്ങൾ കിട്ടുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ വാങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നതും പറയുന്നതും ഒക്കെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോയത് നൈറ്റി വാങ്ങാനാണ് കേട്ടോ. അപ്പോൾ KV കോംപ്ലക്സ് ഉണ്ട് ഈ പാളയം മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത്. അപ്പം ഒരു 1-2 വർഷം മുമ്പ് വരെ ഞാൻ ഇവിടുന്ന് തന്നെ അതിനിട്ട് അധികവും നൈറ്റി എടുക്കൽ പ്ലെയിൻ മാക്സി ഉണ്ടല്ലോ അത്. അപ്പോൾ അതാണ് ഞാൻ അധികം യൂസ് ചെയ്യില്ല. അപ്പോൾ ഞാനത് ഇട്ടാൽ എനിക്ക് അത്യാവശ്യം ലെങ്ത്ത് വേണം. പിന്നെ കോട്ടൺ മാക്സി വാങ്ങിയാൽ പെട്ടെന്ന് ചുരുങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിങ്ങനെ പ്ലെയിൻ മാക്സി തന്നെ ഇനി വാങ്ങൽ ഒരു കാലഘട്ടം വരെ. ഇതാ ഈ ഒരു ഗായത്രി സിൽക്സിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു കട ഉള്ളത്, മിനി കോർണർ എന്നാണ്. അപ്പോൾ ഇവിടെ ആണ് അധികം ഉള്ളത്. വേറെയും കടകളിലൊക്കെ ഉണ്ട്, എന്നാലും പക്ഷേ നമുക്ക് ഇവിടെ വന്ന് സാധനം എടുക്കുമ്പോൾ എന്തോ ഒരു തൃപ്തി പോലെയാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു നൈറ്റിക്ക്. നല്ലൊരു ക്ലോത്താണിത്. ചില സമയത്ത് നമുക്ക് അബദ്ധം പറ്റാറുമുണ്ട്. ആ ഒരു പ്ലെയിൻ മാക്സി എടുക്കുമ്പോൾ അങ്ങനെ നൂല് പൊന്തും ഒരു ചെറുതായിട്ട്, അതും ഉണ്ടാവലുണ്ട്. പലതരം പുള്ളികളുള്ള മാക്സികൾ ഉണ്ടാവും. അപ്പം എന്തിനാ പ്ലെയിൻ മാക്സി വാങ്ങണമെന്നാണ് ചോദിക്കുക. ഞാൻ കാര്യമായിട്ട് വാങ്ങുന്നത് ലെങ്ത്ത് കിട്ടും, പിന്നെ ആ ഒരു ക്ലോത്ത് പ്ലെയിൻ ആണെന്നേ ഉള്ളൂ. ക്ലോത്ത് നല്ല ക്ലോത്തുമാണ് ഉണ്ടാവൽ. പിന്നെ നമ്മൾ സ്ഥിരം ഇവിടുന്ന് വാങ്ങുന്ന ആൾക്കാരായതുകൊണ്ട് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ പൈസ കുറച്ച് തരികയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു മാക്സിൻ്റെ കടക്ക് ഒരു 2-3 ഷോപ്പ് തന്നെ ഉണ്ട് കേട്ടോ. അവർ തന്നെ അവിടെ അടുത്ത് തന്നെ. അപ്പോൾ ഒന്നില്ലെങ്കിലും ഒരു കടയിൽ പോയിട്ട് എടുത്ത് തരാറുണ്ട്. എനിക്കെപ്പോഴും ആ റോഡ് സൈഡിലുള്ള ഇതിൻ്റെ മുന്നത്തെ നേരത്തെ കാണിച്ച ആ കടയിൽ നിന്ന് എടുക്കണം കേട്ടോ. എൻ്റെ ഒരു മൈൻഡിൽ വരിക അവിടെയാണ് നല്ല ഭംഗിയുള്ള മാക്സികൾ ഉണ്ടാകുക എന്നാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ആ നൈറ്റിൻ്റെ ബിസിനസ്സൊക്കെ അന്ന് തുടങ്ങിയതിനെ കൊണ്ട് അതിൽ കുറേ അത് ആ മാക്സി എടുക്കാൻ പോകുമ്പോൾ നല്ല ലെങ്ത്തുള്ള മാക്സി വാങ്ങുമ്പോൾ കാണുമ്പോൾ ഞാനത് വാങ്ങാറുണ്ട്. ഇനി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ചട്ടിപ്പത്തിരിക്ക് ഒരു കവർ ബോക്സ് വേണമെന്നൊക്കെ, ആ ഒരു ബോക്സ് അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ മാക്സി കടക്കാരൻ പറഞ്ഞാണ് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ആ ഭാഗത്ത് തന്നെ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കയറി വെക്കുകയാണ്. അപ്പോൾ കയറി നോക്കിയപ്പോൾ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അധികം ഉള്ളത്. അപ്പോൾ എനിക്ക് വേണ്ട ബോക്സ് പിന്നെ അവിടെ ഇല്ല. അങ്ങനെ അവിടെ ഒന്ന് കയറി ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഞാനിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് നോക്കി നടക്കുകയാണ് കേട്ടോ. പിന്നെ അതാ ഈ ഒരു പാളയം ഭാഗത്തേക്കുള്ള ഒരു കടയാണ് കേട്ടോ. അതൊക്കെ പാളയത്തിൻ്റെ തൊട്ടടുത്തുള്ളത് തന്നെയാണ് ഇതൊക്കെ. പിന്നെ തളിയിലേക്ക് പോകട്ടെ, തളി ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കും ഇതൊന്ന് അങ്ങോട്ടേക്ക് പോയാൽ അവിടേക്ക് എത്തും. ഈ ഒരു റോഡ് തളിയിലേക്ക് പോകുന്നതും ഇതല്ല ഇതിൻ്റെ അപ്പുറത്തുള്ളത്. അപ്പോൾ ഇത് പാളയത്തേക്കുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് അരിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടല വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഹോൾസെയിൽ റേറ്റിന് കിട്ടും, വറുത്ത കടലയാണ് കേട്ടോ. അപ്പോൾ അതും ഒരു ക്ഷേത്രമാണ്, അതിൻ്റെ അപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്. പിന്നെ ഇത് കുറേ മുമ്പൊക്കെ ഞങ്ങൾ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഈ വഴിയേനി വരല്. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ പച്ചക്കറിയൊക്കെ ഈ പാളയത്തു നിന്ന് വാങ്ങിയിട്ടാണ് പോകല്. അപ്പോൾ ഈ ഒരു സൈഡിൽ പിന്നെ ഇപ്പോഴൊന്നല്ല കേട്ടോ, ഇപ്പോഴൊന്നും അങ്ങനെ വരലില്ല. വരുന്ന സമയത്ത് മുല്ലപ്പൂ ഉണ്ടാവും. ഈ ഒരു പാളയത്ത് പച്ചക്കറീൻ്റെ ഹോൾസെയിൽ കച്ചവടം മാത്രമല്ല, അതിൻ്റെ ആ ഒരു ഏകദേശം ഏരിയയിലൊക്കെ ഹോൾസെയിലായിട്ട് തന്നെ മുളക്, മല്ലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളും ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, പച്ചക്കറിയൊക്കെയാണ് കാര്യമായിട്ട് പാളയത്തുള്ളത്. ഹോൾസെയിൽ മാർക്കറ്റാണ്. അപ്പോൾ ഞാൻ ഒറ്റക്കായതുകൊണ്ടാണ്, പിന്നെ എനിക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പാളയത്തേക്ക് പോവാഞ്ഞത് കേട്ടോ. പാളയത്തിൻ്റെ ഉള്ളിലേക്ക് അവിടെ പച്ചക്കറികളൊക്കെ ഇഷ്ടം പോലെ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും ഒക്കെ കിട്ടും. പിന്നെ അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള സുർക്ക വാങ്ങാൻ കയറിയതാണ്. പിന്നെ നമ്മുടെ മൊയ്തീൻ പള്ളി റോഡാണ് കേട്ടോ അത്. അവിടെ ആണ് അപ്പോൾ റിയാൽ മാറാനൊക്കെ വരുന്നൊരു സ്ഥലമുള്ളത്. പിന്നെ അത് പോയി ഞാൻ അവിടെ നിന്ന് മാറിയിട്ടുണ്ടേനു കേട്ടോ. അന്ന് ഞാൻ തുർക്കിൻ്റെ പൈസ കാണിച്ചു തന്നിട്ടില്ലേനോ. പിന്നെ വേറുള്ളൊരു ഹോൾസെയിൽ കടയാണ് ഈ ഒയാസിസ്. ഇവിടുന്ന് അങ്ങോട്ട് പോയാലാണ് മാനാഞ്ചിറ ആ ഒരു മിഠായി തെരുവൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ മിഠായി തെരുവിലേക്ക് പോകുന്ന വേറൊരു ഏരിയ ആണിത്. ഇതിലെ പോയാലും മിഠായി തെരുവിലേക്ക് എത്തും. അപ്പോൾ ഒയാസിസിൻ്റെ ഉള്ളിൽ എല്ലാവിധ സാധനങ്ങളും ഹോൾസെയിലായിട്ട് കിട്ടും. പ്ലാസ്റ്റിക്കും അലൂമിനിയം അങ്ങനത്തെ ഒന്നും വേണ്ട ഈ സ്കൂൾ ഐറ്റംസ്, അങ്ങനെ ചെരുപ്പ്, അങ്ങനെ ബാഗ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളതും പിന്നെ ചെറുകിട കടകളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പോയി വാങ്ങിയാലും ഹോൾസെയിലായിട്ട് തന്നെ കേട്ടോ കിട്ടുക. പിന്നെ ഒരുപാട് ചില കാര്യങ്ങൾ ഒരുമിച്ച് വാങ്ങേണ്ടി വരും, അങ്ങനെ തന്നെ കിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ല ചട്ടിപ്പത്തിരിൻ്റെ ഒക്കെ ബോക്സിന് വേണ്ടിയിട്ട് കുറേ തിരഞ്ഞ് പക്ഷേ ഓരോ കടകളിൽ ചെല്ലുമ്പോഴും 50 എണ്ണത്തിൽ കുറഞ്ഞ് കിട്ടൂല. ചിലവർ മാത്രമേ ഉള്ളൂ അങ്ങനെ ലൂസായിട്ടൊക്കെ കൊടുക്കും. എനിക്ക് അങ്ങനെ ഒരു 3 കട കയറി ഇറങ്ങി 4ാമത്തെ കടയിലെത്തിയപ്പോൾ അങ്ങനെ 10 പീസ് കിട്ടി. പിന്നെ അതേപോലെ ബട്ടർ പേപ്പറും അതേപോലെ 24 പീസിൻ്റെ ഒരു റോള് കിട്ടി.
അങ്ങനെയൊക്കെ കേക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ എല്ലാ ടൈപ്പ് ബോക്സുകളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ അതേപോലെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സുകളുണ്ടല്ലോ, നമ്മൾ ബിരിയാണി കൊടുക്കുന്ന ബോക്സ് ആയാലും പിന്നെ അങ്ങനത്തെ പല ഐറ്റംസ് പാത്രങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് കിട്ടുക. പിന്നെ നമ്മൾ ഈ കൊറിയർ അയക്കുന്ന കവറ് അത് എല്ലാം ഓരോ കടകളിൽ ഇങ്ങനെ ചോദിച്ച് നോക്കണമെന്നേ ഉള്ളൂ. അപ്പം ഞാൻ ആരെയും കൂട്ടാതെ തന്നെയാണ് കേട്ടോ പോയത്. പിന്നെ മനുവിൻ്റെ അടുത്തേക്ക് ഞാനും മോളും കുട്ടികളും കൂടി ബാംഗ്ലൂരേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് ടിക്കറ്റ് എടുക്കാനും കൂടി ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതാണ്. അതിൻ്റെയൊക്കെ അടുത്ത് തന്നെ, അവിടെ നിന്ന് ഓട്ടോ വിളിച്ചാൽ മതി. അന്നാണെങ്കിൽ നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഇടവേള അതിനിപ്പോൾ നേരത്തെ ഞാൻ മാക്സിമം സാധനമൊക്കെ വാങ്ങാൻ പോയപ്പോൾ വലിയൊരു മഴ ഇല്ലേനി. പിന്നെ ഈ ഒയാസിസിൻ്റെ ഉള്ളിലേക്ക് പിന്നെ കയറിയ ആ സമയത്തും കുറച്ച് സമയത്ത് മഴ ഒന്നുമില്ലേനി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചത് അവിടെ ടിക്കറ്റ് എടുക്കാൻ പോയതാണ്. അത് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ് കേട്ടോ ആ ഒരു വീഡിയോ. പിന്നെ ഇതാ കുടയും വടിയും സാധനവും പിന്നെ ആ ഒരു നമ്മളെ എന്താ പറയുക ചട്ടിപ്പത്തിരിയും സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. പിന്നെ 10 പീസ് ആയതുകൊണ്ട് വലിയൊരു വെയിറ്റ് ഇല്ല. പിന്നെ ഞാനിത് അവിടേക്ക് നന്ദിലത്തിലേക്ക് കയറിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് മോളെ ഷോപ്പ് കയറി അവിടെ ഷോപ്പിൽ പെട്ടിയൊക്കെ വെച്ചതിന് ശേഷം ഞാനിത് അവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, മോളെ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ നന്ദിലത്തുള്ളത്. അപ്പോൾ അവിടെ കയറി എനിക്കൊരു ഓവൻ നോക്കണം എന്നുണ്ടേനി. അപ്പോൾ അതിന് വന്നതേനി. അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് സ്റ്റവ് ഒന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓവൻ വന്നിട്ടുള്ളത് 38 ലിറ്ററാണ്, 12,000 രൂപയാണ്. 13 അതിന്. അപ്പോൾ ഒരു ഓഫർ റേറ്റ് കുറച്ചിട്ട് 12,000-നാണ് എനിക്ക് തന്നത്. അപ്പോൾ EMI ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഞാനിത്. പിന്നെ ചെറിയൊരു സർവീസ് ചാർജ് പിടിക്കുന്നുള്ളൂ, പലിശയൊന്നുമില്ല. അപ്പോൾ 1400 ആണ് വെച്ചിട്ട് മാസത്തിൽ ഞാൻ അടയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അത് ഓവനൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ കാകനെ വിളിച്ചത്. പിന്നെ കാക വണ്ടിയായിട്ട് വന്ന് ഞങ്ങളങ്ങനെ കൊണ്ടുവരാണ് കേട്ടോ ചെയ്തത്. പിന്നെ അതാ കൊണ്ടുവന്ന് പെട്ടിയൊക്കെ പൊളിച്ച് നോക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചാലും നല്ല വലിപ്പമുണ്ട് കേട്ടോ. അത് നമ്മളെ കിച്ചന് ഒന്നും കൂടി ഒരു സ്ഥല സൗകര്യം കുറയും ഇതങ്ങനെ വെക്കുമ്പോൾ. പിന്നെ ഗ്രില്ല് ചെയ്യാമോ, പിന്നെ പിസ്സ, അതേപോലെ കേക്കുകൾ, കപ്പ് കേക്ക്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനുള്ള OTG ഓവനാണ് ഞാൻ വാങ്ങിയത്. പിന്നെ പക്ഷേ ഞാൻ വേറൊരു കാര്യത്തിന് കൂടിയാണ് കാര്യമായിട്ട് ഞാൻ ഈ ഒരു ഓവൻ വാങ്ങിയത്. പക്ഷേ അത് വാങ്ങി വീട്ടിലെത്തിയതിന് ശേഷമാണ് ആ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിഞ്ഞത്. പിന്നെ എനിക്ക് ചൂടാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് അതിന് വേണ്ടി. പക്ഷേ ഈ OTGയിൽ ചൂടാക്കാൻ പറ്റില്ല, ബാക്കി എല്ലാ ഓപ്ഷനും അതിലുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള നൈറ്റികളാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ചുരിദാർ തന്നെയാണല്ലോ, കോട്ടൺ ചുരിദാർ റെഡിമെയ്ഡ് ആയിട്ടുള്ള തന്നെയാണ് അധികം വാങ്ങൽ. അപ്പോൾ അതുകൊണ്ട് നൈറ്റി തിരയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നൈറ്റീൻ്റെ ആവശ്യത്തിന് നൈറ്റി തന്നെ വേണമല്ലോ, ചുരിദാർ തന്നെ ഫുൾ ടൈം നമ്മൾ വീട്ടിലിട്ട് നടക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു നൈറ്റി. ഇതിന് 675 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് മാക്സിയാണ് ഞാൻ ആദ്യമൊക്കെ ഇടയിൽ, ആ ഒരു പ്ലെയിന്. പിന്നെ ഈ ഒരു മാക്സി ദുബായ് മാക്സിയാണ് കേട്ടോ, ഒറിജിനൽ ദുബായ് മാക്സിയാണ്. അതിൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഭയങ്കര ലൂസും കൈയൊക്കെ നല്ല ഫുൾ കൈയൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഞാൻ വെട്ടി ചെറുതാക്കി ഷേപ്പാക്കി എടുത്തതാണ്. ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ ഈ ഒരു 3 നൈറ്റും. എനിക്കാണെങ്കിൽ നല്ല കോട്ടൻ്റെ നൈറ്റി എത്ര വാങ്ങിയാലും അതോട് ശരിയാവില്ല കേട്ടോ. കാരണം ഹൈറ്റുള്ളതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് ചുരുങ്ങി പോയാലൊക്കെ അങ്ങോട്ട് മൊല്ലാക്ക തുണി എടുത്ത മാതിരി ഉണ്ടാവും. ബിരിയാണീൻ്റെ മേലേക്കും ആ ഒരു മാക്സി വരിക. അങ്ങനെ പണ്ട് കാലത്തൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഇനി ഇട്ടിനിയത്. എപ്പോഴും ഒരു ലെങ്ത്ത് ഉള്ള മാക്സി കിട്ടൂല ഇനി. ഇപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് ഇഷ്ടപ്പെട്ട സെയിം അതൊന്നും കിട്ടൂലെങ്കിലും എന്നാലും ഒരു ഏകദേശം ഇഷ്ടമുള്ളതൊക്കെ കിട്ടും കേട്ടോ. പിന്നെ അടുത്തത് ഇതും ഒരു നൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ളതാണ്. ആദ്യം ഞാൻ വിചാരിച്ച പർദ്ദ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, പക്ഷേ മാക്സി തന്നെയാണ്. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ഇതിന് 690 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു കൈയാണ്, മുക്കാലിനും കുറച്ചും കൂടി താഴോട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ബ്ലാക്ക് പിന്നെ എനിക്ക് ഓൾറെഡി ഒന്ന് ഉണ്ടായിനി, പക്ഷെ അത് ഫെയ്ഡായി കളറൊക്കെ. അപ്പോൾ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ഷേപ്പ് ചെയ്യണം, നല്ലോണം ഷേപ്പ് ചെയ്യണം, അത്രയ്ക്ക് ലൂസാണിത് എനിക്ക്. അപ്പോൾ ഇൻഷാ അല്ലാ മനുവിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ഈ മാസം ലാസ്റ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡ്രസ്സ് ചെയ്യും ചെയ്യുക, ലെഗിൻസ് അടിയിലിട്ടാൽ മതിയല്ലോ. അപ്പോൾ പർദ്ദ പോലെ തോന്നുകയും ചെയ്യും, പർദ്ദാണെന്ന് വിചാരിക്കും. ചെറിയ രീതിയിൽ ഞങ്ങൾ ആ മാർക്കറ്റൊക്കെ ഒന്ന് കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റക്കായതുകൊണ്ടാണ് അത്ര എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.